ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. എല്ലാ ശാസ്ത്രങ്ങളെയും പറ്റിയും ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആ ശുക്രനെ, അസുരാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹങ്ങളിൽ ഈ ഒരു പ്രത്യേകത ശുക്രന് മാത്രമേയുള്ളൂ. അതുകൊണ്ടാണ് കവി എന്ന പര്യായപദം ശുക്രന് ലഭിച്ചിരിക്കുന്നത്. രണ്ട് ആചാര്യന്മാരാണ് ജ്യോതിഷത്തിൽ, വ്യാഴവും ശുക്രനും. വ്യാഴം ദേവാചാര്യനാണ്, ശുക്രനോ അസുരാചാര്യനോ. വരാഹമിഹിര ആചാര്യർ ഭാവഫലം ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒരേ രീതിയിൽ പറഞ്ഞപ്പോഴും വ്യത്യാസങ്ങൾ ചില സ്ഥലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ സ്മരനിപുണ സുഖി, സ്മരനിപുണനും സുഖിമാനുമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിദ്വാൻ എന്ന വാക്കിന് തന്നെ വ്യാഴം ആത്മീയമായ സുഖത്തിൻ്റെ കാരകനാണ്, ശുക്രൻ ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണകാരകനാണ്. 4-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോഴും ശുക്രൻ നിൽക്കുമ്പോഴും സുഖി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ. ആ സുഖം ആത്മീയമായ സുഖമാണ് വ്യാഴം ഉണ്ടാക്കുന്നത്. ശുക്രനാണെങ്കിലോ അത് ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ്. അതുകൊണ്ടാണ് ഹോരാചാര്യർ, വരാഹമിഹിര ആചാര്യർ ഹോരാശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വൽപ്പം വൃത്തവിചിത്രം അർത്ഥബഹുളം ശാസ്ത്രപ്ലവം പ്രാരഭേ ഹോരാതന്ത്ര മഹാർണവ പ്രതരണേ ഭഗ്നോദ്യമാനാമഹം. ഹോരയാകുന്ന മഹാസമുദ്രത്തിൽ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് ഭഗ്ന ഉദ്യോദ്യമാനാം, എത്ര യജ്ഞിച്ചിട്ടും അത് പരാജയപ്പെടുന്നു. ഭഗ്നനാണ്. പരാജയപ്പെട്ട സമയത്ത് നിങ്ങൾക്കിതാ തുഴഞ്ഞു നീങ്ങുന്ന നിങ്ങൾക്കിതാ ഒരു കൈവള്ളി. ആ കൈവള്ളിയാണ് ഹോരാശാസ്ത്രം. അത് സ്വല്പമാണ്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും 365 ശ്ലോകങ്ങളിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചു. അർത്ഥബഹുളം, ഒരർത്ഥത്തിനെ പല രീതിയിൽ നിങ്ങൾ എടുത്തുകൊള്ളണം. വൃത്തവിചിത്രം, പല വൃത്തത്തിലുമാണ് ഈ ശ്ലോകങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നാം സൂചിപ്പിച്ചു ഭൗതിക സുഖത്തിലെ കാരകനാണ് ശുക്രൻ. ശുക്രനെ കൊണ്ടാണ് അബലാഭോഗയാനാനി ശുക്ര. അബല സ്ത്രീ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, എല്ലാ ഭൗതിക സുഖങ്ങൾ, മെറ്റീരിയൽ ബെനിഫിറ്റ്സ് തരുന്ന ഗ്രഹം ശുക്രനാണ്. ഇന്ന് ഡോക്ടർ മാരാർജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയം ശുക്രനിതാ ഒരു വലിയ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ശുക്രൻ ഉച്ചരാശിയിലേക്ക് കയറിയിരിക്കുന്നു. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം ഏതാണെന്ന് നിങ്ങൾ അറിയണം. മീനം ആകുന്നു ശുക്രൻ്റെ ഉച്ചക്ഷേത്രം. അതിന് 7-ാം ഭാവം, 7-ാം ഇടം കന്നിയാകുന്നു ശുക്രൻ്റെ നിജക്ഷേത്രം. സ്വക്ഷേത്രമാകട്ടെ എടവ തുലാവും. തുലാത്തിന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, മൂലക്ഷേത്രം കൂടിയാകുന്നു തുലാം. അതിനാൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ ചാരവശാലുള്ള 123 ദിവസത്തേക്കുള്ള പ്രയാണമാണ് സ്വന്തം ഉച്ചരാശിയിൽ. ഈ ശുക്രൻ്റെ ഈ ഉച്ച സ്ഥലത്താണ് ധനം, സുഖഭോഗങ്ങൾ, ഭാര്യാസുഖം, പുതിയ സ്ത്രീകൾ, കാമുകിമാർ, ദ ലക്ഷറിയസ് പാർട്ട് ഓഫ് ലൈഫ്, ഇതൊക്കെ നിങ്ങൾക്ക് ശുക്രൻ തരുന്നു. നാം ഇവിടെ ചിന്തിക്കുന്നു മേടൻ രാശി മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശികളിലേക്കുള്ള ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളും. അതായത് 1200 മകരം 14 മുതൽ ഇടവം 17 വരെയുള്ള 2025 ജനുവരി 27 മുതൽ മെയ് 31 വരെയുള്ള 4 മാസക്കാലമാണ് ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നത്. സാധാരണ ശുക്രൻ പരമാവധി 30 മുതൽ 45 ദിവസം വരെയാണ് ഒരു രാശിയിൽ നിൽക്കുക. സൂര്യൻ 30 ദിവസം, ചന്ദ്രൻ 2.25 ദിവസം, ബുധൻ സൂര്യനോട് കൂടെ തന്നെ ഉണ്ടാകും. എങ്കിലും പലപ്പോഴും ബുധൻ 30 മുതൽ 45 ദിവസം വരെ നമുക്ക് കാണാം. അന്നപൂർണേശ്വരി, ലക്ഷ്മി, യക്ഷിവ, ഭൃഗുനന്ദനഹ. ശുക്രനെ കൊണ്ടാണ് നാം ലക്ഷ്മി ദേവിയെ ചിന്തിക്കുന്നത്. ഇതേ ശുക്രനെ കൊണ്ടാണ് നാം യക്ഷിയെയും ചിന്തിക്കുന്നത്. അത് ശുക്രൻ്റെ ബലാബലത്തിന് അനുസരിച്ചാണ്. ഇവിടെ ശുക്രൻ വളരെ ബലവാനാണ്. അതിനാൽ സ്വാഭാവികമായും അന്നപൂർണേശ്വരിയെയും ലക്ഷ്മിയെയുമായിരിക്കും നാം ചിന്തിക്കേണ്ടത്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചിങ്ങൻ രാശിക്കാരുടെ ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളുമാണ്. മകമൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ ചിങ്ങം രാശിക്കാർക്ക് ശുക്രൻ നിൽക്കുന്നത് അഷ്ടമഭാവത്തിലാണ്. ചിങ്ങൻ രാശിയുടെ 2 ഭാവങ്ങളുടെ ആധിപത്യമാണ് ശുക്രനുള്ളത്. ഒന്ന് 3-ാം ഭാവാധിപത്യം, സഹോദരങ്ങൾ, സഹായികൾ. മറ്റൊന്നോ 10-ാം ഭാവാധിപത്യം, തൻ്റെ കർമ്മമേഖല. ഈ ശുക്രൻ നിൽക്കുന്നത് നല്ലൊരു സ്ഥലത്തല്ല.
ശുക്രൻ നിൽക്കുന്നത് അഷ്ടമഭാവത്തിലാണ്. ഈ ജ്യോതിഷത്തിൽ 6, 8, 12 ഭാവങ്ങൾ അത്ര നല്ല ഭാവങ്ങളല്ല. അതിൽ ഏറ്റവും മോശമായ ഭാവമാകുന്നു അഷ്ടമഭാവം. തത്ര അതികഷ്ട അഷ്ടമഃ. അതിനാൽ ശുക്രൻ ധാരാളം ക്ലേശങ്ങൾ കർമ്മമേഖലയിൽ ഉണ്ടാക്കും. തന്നെ കർമ്മം നഷ്ടപ്പെടുക, കർമ്മമേഖലയിൽ തനിക്ക് പ്രയാസങ്ങളുണ്ടാവുക. അതുവരെ വളരെ സുഖകരമായി ജോലി ചെയ്തിരുന്ന വ്യക്തിക്ക് ആരെങ്കിലും പുതിയ ബോസ് തൻ്റെ കർമ്മസ്ഥാനത്ത് വരിക, കർമ്മമേഖലയിൽ വരിക, പ്രത്യേകിച്ച് സ്ത്രീകൾ വരിക, തനിക്ക് വളരെയധികം മാനസികമായി അവരെക്കൊണ്ട് ബുദ്ധിമുട്ടുകൾ പ്രദാനം ചെയ്യുക, ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ എപ്പോഴും നിരന്തര കുറ്റപ്പെടുത്തലുകൾ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. അങ്ങനെ മാനസികമായി ജോലിയോടുള്ള ഒരു വിമുഖത പ്രകടിപ്പിക്കുവാനുള്ള യോഗം കൂടുതലുണ്ട് ചിങ്ങൻ രാശിക്കാർ. പ്രത്യേകിച്ച് മെയ് 15 വരെ ശ്രദ്ധിക്കണം. ജോലി നഷ്ടപ്പെടുക, ജോലി പെട്ടെന്ന് റിസൈൻ ലെറ്റർ എഴുതി കൊടുക്കുക, എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട എന്നൊക്കെ പ്രതികരിക്കും. കാരണം ചിങ്ങൻ രാശി വളരെയധികം ആത്മാർത്ഥതയുള്ള രാശിക്കാരാണ്. അവർ ചെയ്യുന്നതിനുണ്ട് അങ്ങേയറ്റം കൂറ് കാണിക്കും, ത്യാഗികളാണ്. അത് അംഗീകരിക്കപ്പെടില്ല ഒരു പക്ഷേ. അംഗീകാരമില്ലാത്ത സമയത്ത് താൻ ഇൻസൾട്ടഡായി എന്ന് തോന്നുമ്പോൾ, താൻ അപമാനിതനായി എന്ന് തോന്നുമ്പോൾ റെസിഗ്നേഷൻ ലെറ്റർ വലിച്ചെടുത്ത് വരും ചിങ്ങൻ രാശിക്കാർ. അതിനാൽ ജോലി നഷ്ടപ്പെടാതെ നോക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ചൊവ്വയും രാഹുവും കൂടി ഒന്നിച്ച് യോഗം ചെയ്യുന്നു. അതിനാൽ വളരെയധികം കിഡ്നി പേഷ്യൻസ് ശ്രദ്ധിക്കണം. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ വരും. ശുക്രൻ അഷ്ടമത്തിൽ പ്രമേഹ രോഗമുണ്ടാക്കുന്ന ഗ്രഹമാണ്. മാനസിക സംഘർഷം കൂടുമ്പോൾ പ്രമേഹം അങ്ങ് പടർന്ന് പന്തലിക്കും. പിന്നെ 3ാം ഭാവാധിപത്യം, ഇഷ്ടപ്പെട്ട സഹോദരങ്ങൾ, സഹായികൾ, ഇവരൊക്കെ തന്നെ തന്നോട് തിരിഞ്ഞു നിൽക്കുന്ന സമയമാണ്. ഇവരെ കൊണ്ടൊക്കെ തനിക്ക് മാനസികമായ സംഘർഷങ്ങൾ ഉണ്ടാകും. അതിനാൽ സാഹോദര്യ ബന്ധവും സുഹൃത്ത് ബന്ധവും നല്ല രീതിയിൽ കൊണ്ട് മുന്നോട്ട് പോകണം. സ്ത്രീ സംബന്ധമായ വിഷയത്തിൽ അപഖ്യാതികൾ വരും. നാം നല്ല വെള്ള ഷർട്ട് കുപ്പായമിട്ട് നടക്കുമ്പോൾ മഷി കുടഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും, ആ രീതിയിൽ സ്ത്രീ കാരണം ബുദ്ധിമുട്ടുകൾ വരും. തന്നെ പ്രിയപ്പെട്ട സുഹൃത്ത് മാറി നിൽക്കുമ്പോൾ മാനസികമായി അങ്ങേയറ്റം ബുദ്ധിമുട്ടുകൾ വരും. ഇങ്ങനെ ധാരാളം പ്രയാസങ്ങൾ ശുക്രനുണ്ടാകും. നിർബന്ധമായും പ്രിയപ്പെട്ട നിങ്ങളുടെ ധർമ്മദൈവ സങ്കേതത്തിൽ നിങ്ങൾ പോകണം. അവിടെ എല്ലാ വഴിപാടുകളും ചെയ്യണം. മഠാധ്യാലയ സമ്പത്തിമഭികുര്യ ശുഭോത്രക എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് പ്രശ്നമാർഗത്തിൽ. അഷ്ടമത്തിൽ ശുഭഗ്രഹം വരുമ്പോൾ മഠം, ആലയം, മന്ദിരങ്ങൾ, ട്രസ്റ്റുകൾ ഇതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് എത്തിപ്പെടുമെന്നാണ് ചിങ്ങൻ രാശിക്കാർക്ക് പറഞ്ഞിട്ടുള്ളത് അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ. അതിനാൽ ശ്രദ്ധിക്കണം. അനാഥാലയങ്ങൾ, മന്ദിരങ്ങൾ, ക്ഷേത്രങ്ങൾ, ട്രസ്റ്റുകൾ ഇതിനൊക്കെ പദവി തനിക്ക് ലഭിക്കും. സസന്തോഷം സ്വീകരിക്കണം. താൻ ദുർഭാഷണം നടത്തി ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ചമത്കാരി ചിന്താമണി. ജനക്ഷുദ്രവാദി ചിരം ചാരുജീവേത് ചതുഷ്പാസുഖം ദൈത്യഭൂജോ ദദാതി. 8 ശുക്രൻ വരുമ്പോൾ വാഹന ലാഭമുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. ജനക്ഷുദ്രവാദി, താൻ വളരെ മോശപ്പെട്ട് സംസാരിക്കും, താൻ ദുർഭാഷണം നടത്തും. അതിനാൽ തൻ്റെ വാക്കിലൂടെ ശത്രുക്കളെ സൃഷ്ടിക്കാതെ നോക്കണം. ലക്ഷ്മീർ വസതി ജിഹ്വാഗ്രേ ജിഹ്വാഗ്രേ മിത്രബാന്ധവാ ബന്ധനം ജൈവ ജിഹ്വാഗ്രേ ജിഹ്വാഗ്രേ മരണം ധ്രുവം. നമ്മുടെ നാവിന്മേലാണ് നമ്മുടെ എല്ലാ ഐശ്വര്യമുള്ളത്. ആ നാവ് തന്നെയാണ് നമ്മളെ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത്, ബന്ധുക്കളെ ഉണ്ടാക്കുന്നത്, നമ്മളെ ബന്ധിക്കുന്നത്. നമ്മുടെ മരണം പോലും നമ്മുടെ നാവാണ്. വാഗ്ദോഷം വരാതെ നോക്കണം ചിങ്ങൻ രാശിക്കാർ. ജനുഷ്യ അഷ്ടമേ കഷ്ടസാധ്യോ ജയോർദ്ധ. വിജയിക്കലും ധനമുണ്ടാക്കലും വളരെ കഷ്ടപ്പെട്ടിക്ക് മാത്രം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ സാമ്പത്തിക വിഷയത്തിലൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വളരെ ശ്രദ്ധിക്കണം. താൻ ചതിക്കപ്പെടരുത്. സ്വർണം നഷ്ടപ്പെടുന്ന സമയം 8 ശുക്രൻ വരുമ്പോൾ ആഭരണം നഷ്ടപ്പെടും, ധനനഷ്ടം വരും. അതിനാൽ ബാങ്കിൽ വെച്ച് ആഭരണങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ തൻ്റെ കള്ളം വന്ന് തൻ്റെ സ്വർണം കൊണ്ടുപോവുക. വീട്ടിൽ പെട്ടെന്ന് അവിചാരിതമായി കള്ളൻ്റെ ഉപദ്രവം ഉണ്ടാകും, സ്വർണം നഷ്ടപ്പെടും, ശ്രദ്ധിക്കണം. പുനർവർദ്ധതേ ദീയമാനം ധനർണേ. ധനം പലിശക്ക് കൊടുത്ത് കാശുണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനാൽ ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമുക്ക് നടത്താം ശ്രദ്ധിച്ചിട്ട്. അഷ്ടമത്തിൽ ശുക്രൻ വരുമ്പോൾ മെഡിക്കൽ, ഫാർമസിയായിട്ട് ബന്ധപ്പെടുന്ന കമ്പനികൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവിചാരിതമായി ആ കമ്പനി ഷെയറിന് മൂല്യം കൂടുമ്പോൾ നമുക്ക് ധാരാളം ലാഭമുണ്ടാക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എല്ലാ പ്രിയപ്പെട്ട ചിങ്ങൻ രാശിക്കാരും നിർബന്ധമായും തങ്ങളുടെ ധർമ്മദൈവ സങ്കേതത്തിൽ സന്ദർശിക്കണം. വിളക്ക്, മാല, പായസം വഴിപാടായി ചെയ്യണം. ഉത്സവം വരുന്നു, അന്നദാനം ചെയ്യണം. അതിലൂടെ ദേവതകളുടെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത നമുക്ക് കൈവരാം. പ്രായമുള്ള അമ്മമാർക്ക് ഭക്ഷണം കൊടുക്കാൻ വളരെ നല്ലതാണ്. അതേ രീതിയിൽ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ പോയി 6ൽ കുറയാത്ത അമ്മമാർ ലളിതാ സഹസ്രനാമം ചെയ്യട്ടെ, അവർക്ക് അന്നദാനം ചെയ്യുക, വസ്ത്രം കൊടുക്കുക. ഈ രീതിയിൽ അഷ്ടമത്തിലെ ശുക്രനെ നിങ്ങൾക്ക് ഒരു പരിധിവരെ നമ്മുടേതാക്കി മാറ്റാൻ കഴിയും. ഉത്സാഹിക്കുക. എല്ലാ ചിങ്ങൻ രാശിക്കാരും ശോഭനമായ
നല്ല 122 ദിവസങ്ങളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.